നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ആധാറിലെ പുതിയ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ആധാറിൽ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഫോണിലുള്ള ആധാർ ആപ്പ് വഴി ഇനി സാധിക്കുമെന്നുള്ള പ്രധാന നിർദ്ദേശം വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഫേസ് ഒതൻറ്റിക്കേഷൻ ചെയ്ത് അത് അപ്രൂവ് ആയെങ്കിൽ ഇത് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓൺലൈൻ സർവീസ് സെൻ്ററിലേക്ക്, ആധാർ സേവാ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ഇതിനു വേണ്ടി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഈ കാര്യങ്ങൾ നമ്മളുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ വഴി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ആധാറിലെ പോലെ തന്നെ ഫോട്ടോ, അത് ഫേസ് മാച്ചൊക്കെ ചെയ്യുന്ന സമയത്തും അത് കൃത്യമായിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സേവനങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണമായിട്ടുള്ള 2000 രൂപ ക്രിസ്തുമസിന് മുൻപ് തന്നെ 25-ാം തീയതിക്ക് മുൻപ് തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഈ തുകയുടെ ട്രാൻസ്ഫർ ഉണ്ടാകും. 2000 രൂപ വീതമുള്ള വർദ്ധിപ്പിച്ച പെൻഷൻ തുകയാണ് ഈ മാസവും ലഭിക്കുക. ഇനി തുടർന്ന് അങ്ങോട്ട് ഈ വർദ്ധിപ്പിച്ച പെൻഷൻ തുക തന്നെയാണ് ലഭിക്കുന്നത്. ഇതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മളുടെ ഭാഗത്തു നിന്ന് പ്രത്യേക അപേക്ഷകളോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, ഇപ്പോൾ പെൻഷൻ്റെ ഭാഗമായിട്ട് രേഖാസമർപ്പണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതെല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു തടസ്സവും കൂടാതെ സർക്കാർ അനുവദിക്കുന്ന സമയത്ത് തന്നെ ആനുകൂല്യങ്ങൾ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും. ഇനി ആർക്കെങ്കിലുമൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ സഹായം സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്ക് മതിയെങ്കിൽ, ഇനി കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക മതിയെങ്കിൽ അതിനുവേണ്ടിയുള്ള അപേക്ഷകൾ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ, നമ്മളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, അവിടെ കൃത്യമായിട്ട് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാവുന്നതാണ്. കൃത്യമായിട്ടുള്ള അപേക്ഷകൾ പരിഗണിച്ച ശേഷം ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്ക്, അല്ലെങ്കിൽ കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക്, ആ രീതിയിൽ ഇത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി റേഷൻ കാർഡുമായിട്ട് റേഷൻ കടകളിലെത്തി ആനുകൂല്യങ്ങൾ എല്ലാവർക്കും വാങ്ങാം. മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യം. AVA റേഷൻ കാർഡാണെങ്കിൽ 30 കിലോ അരി, 2 കിലോ ഗോതമ്പ് സൗജന്യമായിട്ട്, ഇതോടൊപ്പം തന്നെ 3 പാക്കറ്റ് ആട്ട, അത് 7 രൂപ നിരക്കിൽ, 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും. BPL റേഷൻ കാർഡിന് ആളതിന് 4 കിലോ വീതം അരി, 1 കിലോ ഗോതമ്പ് എന്ന തോതിൽ ഇത് സൗജന്യമായിട്ട് ലഭിക്കും. ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ വരെ കുറച്ച് 4 പാക്കറ്റ് ആട്ട അതിന് പകരം 9 രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കും. APL നീല റേഷൻ കാർഡുകളാണെങ്കിൽ നമുക്ക് ആളതിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം 4 രൂപ നിരക്കിലും, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ അരിയായിട്ട് 5 കിലോ വരെ 10 രൂപ 90 പൈസ നിരക്കിലും വാങ്ങാൻ സാധിക്കും. വെള്ള റേഷൻ കാർഡുകൾക്ക് 10 കിലോ സ്പെഷ്യൽ അരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 10 രൂപ 90 പൈസ നിരക്കിൽ അതുകൂടി വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ SIR എന്യൂമറേഷൻ ഫോമുകൾ നമ്മൾ പൂരിപ്പിച്ചു കൊടുത്തവരാണ്. ഇപ്പോൾ അതിൻ്റെ ഡിജിറ്റലൈസേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഡിജിറ്റലൈസ് ചെയ്തോ എന്നറിയുന്നതിന് വേണ്ടി വെബ്സൈറ്റ് സന്ദർശിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കുക. ഇനി ഇത് ഡിജിറ്റലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങൾ തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അപേക്ഷകൾ ഇനി എന്തെങ്കിലും പൂരിപ്പിച്ച് കൊടുക്കാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് രേഖകൾ കൊടുത്തില്ല എങ്കിൽ ഒരുപക്ഷെ വോട്ടർ പട്ടികയിൽ, ഇപ്പോൾ വരാൻ പോകുന്ന പട്ടികയിൽ ഒരുപക്ഷെ നമ്മുടെ പേരുണ്ടാവണമെന്നില്ല. അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കേണ്ടതിന് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.